ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞങ്ങളിപ്പോൾ മിഡിൽസ്ബ്രോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുവാണ്. അത് മാഞ്ചസ്റ്ററിൽ നിന്നും ഒരു 2 മണിക്കൂർ യാത്രയുണ്ട് ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. ഇവിടെ വന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ റിലേറ്റീവായ ഐശ്വര്യയുടെ വളകാപ്പ് ചടങ്ങ് അറ്റൻഡ് ചെയ്യാനായിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു, നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ സമയത്ത് അറിയാമായിരുന്നു ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ടെന്ന്. അത് കാരണം തന്നെ എല്ലാവരും ട്രഡീഷണൽ ഡ്രസ്സസാണ് ഇടുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു സാരിയാണ്. ഇത് അമ്മയുടെ സാരിയാണ്. ബ്ലൗസ് ഞാൻ പവലയിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത ബ്ലൗസാണ്. ഒരു പഫ് സ്ലീവ് വരുന്ന ഒരു ബ്രൊക്കേഡ് മെറ്റീരിയലുള്ള ഒരു ബ്ലൗസാണ്. എന്തായാലും ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊന്ന് മേക്കപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ട്രഡീഷണൽ മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. ആദ്യം തന്നെ ഞാൻ എൻ്റെ സ്കിന്നിനെ പ്രെപ്പ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്രിഡെർമിൻ്റെ വിറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷനാണ്. ഇപ്പോൾ വന്നതിന് ശേഷം അതെനിക്ക് വളരെ ഹെൽപ്ഫുൾ ആണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് അറിയാമായിരിക്കും, ദാറ്റ് ഇസ് തണുപ്പ് സ്ഥലത്തേക്ക് വരുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആകും. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസറാണ് ആ ഡ്രൈനെസ് ഒക്കെ മാറ്റി എൻ്റെ സ്കിന്നിനെ നല്ല മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഞാനിപ്പോൾ പോകാൻ പോകുന്ന ഫംഗ്ഷൻ കുറച്ച് ഔട്ട്ഡോർ ഫംഗ്ഷൻസും കൂടി ഉണ്ട്. ഫുഡൊക്കെ പുറത്താണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നല്ല തണുപ്പായിരിക്കും ആ സമയത്ത്. അപ്പം സ്കിന്ന് നമ്മുടെ മേക്കപ്പ് ഒന്നും ഒട്ടും ക്രാക്ക് ആവാതിരിക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ ബേസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അടുത്തതായിട്ട് സിമ്പിളിന്റെ സൂത്തിങ് ഐ ബാം ആണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ ഇപ്പോൾ ഈയിടെയായിട്ട് സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു ഐ ബാം ആണ്. ഇതിന് മുന്നേ ഞാനൊരു സിമ്പിളിന്റെ ഐ ജെൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണും. അത് ഞാൻ ട്രിവാൻഡ്രത്തുള്ള സമയത്ത് മേടിച്ചാണ്. ഇത് ഞാൻ ഇവിടുത്തെ ഡ്രഗ് സ്റ്റോറിൽ നിന്ന് മേടിച്ചാണ്. ഇവിടെ സിമ്പിൾ എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡ് വളരെയധികം ഫേമസ് ആണ്. ഇപ്പോൾ ഡേ ടൈമിൽ എവിടെയെങ്കിലും പുറത്തു പോവുകയാണെങ്കിൽ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. അതല്ല, ഇപ്പോൾ രാത്രി കിടക്കുന്നതിന് മുന്നേയും ഞാൻ എൻ്റെ കണ്ണിന് ചുറ്റിനും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് മസാജ് കൊടുക്കാൻ പോവാണ് എൻ്റെ ഫേസിൽ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഗുവാ ഷാ ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇന്നലെ രാത്രി ലേറ്റ് ആയിട്ടാണ് കിടന്നത്. അത് കാരണം തന്നെ നമ്മുടെ ഫേസിൽ ചെറിയൊരു പഫിനെസ് ഒക്കെ കാണുമല്ലോ. ഇപ്പോൾ കണ്ണിൻ്റെ പോർഷനിലായിരുന്നാലും നമ്മുടെ ചിന്നിൻ്റെ ഏരിയയിലാണെങ്കിലും കുറച്ച് പഫിനെസ് കാണും. അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഗുവാ ഷാ കൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ എൻ്റെ ലിപ്പ് ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുവാണ്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വാസ്ലിൻ ലിപ്പ് തെറപ്പിയാണ്. ഇത് ഞാൻ ഇവിടെ ഈ മാഞ്ചസ്റ്ററിൽ വരാൻ സമയത്താണ് ഞാനിത് ആദ്യമായിട്ട് മേടിക്കുന്നത്. ലിപ്സിൽ എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും ഇതൊരു വിത്തിൻ ഒരു 2-3 ഡേയ്സ് തന്നെ ഹീൽ ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കും, ഒരു ലൈറ്റ് ഒരു റോസ് ടിൻറ്റ് നമ്മുടെ ലിപ്സിൽ കിട്ടും. അപ്പോൾ വളരെ നാച്ചുറൽ ആയിട്ടിരിക്കുന്ന ഒരു റോസ് ടിൻറ്റ് ആയിരിക്കും. ഇപ്പോൾ ലിപ്സ്റ്റിക് ഇടാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ ഈ ഒരു ലിപ് ബാം മാത്രം ഇട്ടാൽ മതി. കാരണം ഇതൊരു ചെറിയൊരു ടിൻറ്റഡ് ലിപ് ബാം ആണല്ലോ. അത് കാരണം ആ ഒരു നാച്ചുറൽ ആയിട്ടിരിക്കുന്ന ഒരു ഷെയ്ഡും കൂടി നമ്മുടെ ലിപ്സിൽ കിട്ടും. അടുത്തായിട്ട് ഞാൻ കൺസീലർ ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. മേക്കപ്പ് റെവല്യൂഷൻ ലണ്ടന്റെ കൺസീലർ ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഞാൻ കൺസീലർ ഒന്ന് സ്പോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബ്യൂട്ടി ബ്ലെൻഡിങ് സ്പഞ്ച് യൂസ് ചെയ്തിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. ഈ ഒരു മേക്കപ്പ് ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ ഫൗണ്ടേഷൻ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. കൺസീലർ ആണ് യൂസ് ചെയ്യുന്നത്. 2 ടൈപ്പ് ഓഫ് കൺസീലേഴ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ മേക്കപ്പ് റെവല്യൂഷൻ ലണ്ടന്റെ കൺസീലർ ആണ് യൂസ് ചെയ്തത്. അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് e.l.f ഫ്ലോലെസ് ബ്രൈറ്റനിങ് കൺസീലർ ആണ്. ഈ ഒരു കൺസീലർ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ബൂട്ട്സ് എന്ന് പറയുന്ന ഒരു ഡ്രഗ് സ്റ്റോറിൽ നിന്നാണ് ഞാൻ ഈ ഒരു കൺസീലർ മേടിച്ചത്. ഇത് ഏകദേശം 5 പൗണ്ട് ആയിരുന്നു ഇവിടെ, ദാറ്റ് ഈസ് 500 rupees. അപ്പോൾ ഇത് എനിക്ക് കുറച്ചും കൂടി ഹൈലൈറ്റഡ് ആയിട്ട് ഇരിക്കണം എന്ന് തോന്നുന്ന സ്ഥലത്തേക്ക് ഞാനൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം സെയിം എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡിങ് സ്പഞ്ച് യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. ഐ മേക്കപ്പ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം യൂസ് ചെയ്യാൻ പോകുന്നത് ഒരു ഐഷാഡോ പാലറ്റ് ആണ്. ഇത് മേക്കപ്പ് റെവല്യൂഷൻ ലണ്ടന്റെ ക്രിയേറ്റീവ് എന്ന് പറഞ്ഞ പാലറ്റ് ആണ്, വോളിയം 1. അപ്പോൾ ഈ പാലറ്റിൽ നിന്നും ഫ്ലോലെസ് എന്ന് പറയുന്ന ഷെയ്ഡാണ് ഞാൻ ആദ്യം എൻ്റെ കംപ്ലീറ്റ് മേളിലുള്ള ഐലിഡിൽ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് സ്പ്രെഡ് ഔട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഒരു നോർമൽ ഐഷാഡോ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ബേസിക്കലി നമ്മളൊരു ന്യൂഡ് മേക്കപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐഷാഡോ നമുക്ക് യൂസ് ചെയ്യാം. അതല്ല, ഇപ്പോൾ നമുക്കൊരു കുറച്ചും കൂടി ഡാർക്കർ ടിൻറ്റ് ഉള്ള ഒരു ബേസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഷെയ്ഡ് യൂസ് ചെയ്യാം. ഇത് ഫ്ലോലെസ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. അതിനുശേഷം പൊസഷൻ എന്ന് പറയുന്ന ഷെയ്ഡാണ് ഞാൻ അടുത്തതായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഇല്ല വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഐ മേക്കപ്പ് അല്ല, വളരെയധികം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐ മേക്കപ്പ് ആണ്. അത് മാത്രമല്ല, നമ്മളൊരു സിംഗിൾ ഷെയ്ഡിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ പൊസഷൻ എന്ന് പറയുന്ന ഷെയ്ഡ് അല്പം കൂടി ഡാർക്ക് ടിൻറ്റ് വരുന്നതും അത് കൂടാതെ തന്നെ ഇച്ചിരി ഷിമ്മറി ആയിട്ടിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ഐലിഡ് ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ Maybelline ന്യൂയോർക്കിന്റെ Colossal ലൈനർ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഞാനൊരു വിങ്ഡ് ഐലൈനർ ആണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഐലൈനർ
ഐലൈനർ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനൊരു കാജലാണ് അടുത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നൈക്കയുടെ കാജലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് മസ്കാരയാണ് അപ്ലൈ ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ലോറിയൽ പാരിസിന്റെ സൂപ്പർ സ്റ്റാർ ഫാൾസ് ലാഷ് മസ്കാരയാണ്. ഇത് ബേസിക്കലി ഒരു ഡുവോ മസ്കാരയാണ്. ഇപ്പോൾ നമ്മുടെ ഐലാഷസ് ഒന്ന് തിക്ക് ആക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ട് മസ്കാര മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം. ഇവിടെ ഞാൻ നോർമൽ മസ്കാര മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി എൻ്റെ ഐബ്രോസ് ഡിഫൈൻ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് Maybelline ന്യൂയോർക്കിന്റെ ഡിഫൈൻ ആൻഡ് ബ്ലെൻഡ് ബ്രോ പെൻസിലാണ്. ഇനി അടുത്തതായിട്ട് ഞാനൊരു ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിനായിട്ട് Maybelline Superstay 24 മാറ്റ് ഇങ്ക് ലിപ്സ്റ്റിക് ആണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇതിന്റെ ഷെയ്ഡ് 80 റൂളർ എന്നാണ്. ഇനി എന്റെ ഫേസിൽ ഒരു അല്പം കൂടി ഗ്ലോ കൊണ്ടുവരാനായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് നൈക്കയുടെ ഷിമ്മർ ബ്രിക്ക് ആണ്. സൺസെറ്റ് ലവ് എന്നാണ് ഈ ഒരു പാലറ്റിന്റെ പേര്. ഞാനൊരു കബൂക്കി ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് എന്റെ ചീക്സിന്റെ പോർഷനിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മളൊരു ട്രഡീഷണൽ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഫംഗ്ഷൻ നടക്കുന്ന സ്പോട്ടിലേക്ക് പോകാം. എല്ലാവർക്കും ഇന്നത്തെ ഈ മേക്കപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.